നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളു. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ആഴ്ചകളിൽ, വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതായിട്ടാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ഈ ഒരു ട്രെൻഡ് എങ്ങനെയാണ്. നിഫ്റ്റിയിലും കറണ്ട് ട്രെൻഡിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. കറണ്ട് ഒരു ട്രെൻഡ് നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നിഫ്റ്റിയിൽ ആ ഒരു ബൗൺസ് ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റിക്ക് അനുസരിച്ച് ആ ഒരു ബൗൺസ് എക്സ്പെക്റ്റ് ചെയ്യണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കാനും സൂചിപ്പിച്ചായിരുന്നു. കാരണം ഓരോ ദിവസവും ഗ്യാപ്പ് ഡൗൺ, ഗ്യാപ്പ് അപ്പ്, അങ്ങനത്തെ ഒരു രീതിയിലാണ് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റിൽ, മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചു തന്നിരുന്നതാണ്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുൻപ് തന്നെ ഇന്ന് വർക്ക് ചെയ്തിരുന്നത്, ലാസ്റ്റ് ദിവസത്തിൽ വർക്ക് ചെയ്തിരുന്നത് ശ്രദ്ധിക്കാം. നിഫ്റ്റിയിലായാലും എപ്പോഴും നമ്മൾ പറയുന്ന ഒരു റെസിസ്റ്റൻസും പറയുന്ന ഒരു പ്ലാനും ശ്രദ്ധിക്കുക. നമ്മൾ സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറഞ്ഞ് നമ്മൾ സൂചിപ്പിച്ചിരുന്നതാണ് 24,420. കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഒരു ഹൈ എത്രയാണെന്ന് ശ്രദ്ധിക്കുക, 24,420. ഇപ്പൊ നിഫ്റ്റി ആയാലും 24,420, 450 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇപ്പൊ നിഫ്റ്റി വരും ദിവസങ്ങളിലായാലും ഇതിൻ്റെ ഒരു മുകളിലേക്ക് 420 ഒരു മുകളിലേക്ക് ഒരു ക്ലോസിംഗ് ബേസിസിൽ ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മുകളിലേക്ക് അടുത്ത റെസിസ്റ്റൻസുകൾ വരെ സാധ്യതയുടെ. അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,600 അടുത്താണ് റെസിസ്റ്റൻസ്. 600 അടുത്ത് വരെ ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായാലും കഴിഞ്ഞ ആഴ്ചകളിലായാലും ഇതിൻ്റെ ഒരു മുകളിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഈ ഒരു ലെവലിൽ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അതേപോലെ തന്നെ നമ്മൾ നിഫ്റ്റിയിലായാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ നമ്മളത് സൂചിപ്പിച്ചായിരുന്നു. ഷോർട്ട് സെല്ലിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത് 24,305. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. 24,305 മുകളിൽ അല്ലെങ്കിൽ 340 മുകളിൽ എപ്പോഴും ബൈയുടെ ഓപ്പർച്യൂണിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 24,305 സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈക്ക് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി 24,305 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പോൾ എപ്പോഴും റൈറ്റ് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുമ്പോൾ മാർക്കറ്റിനെ കുറിച്ച് വേറെ ഒന്നും തിങ്ക് ചെയ്യേണ്ടതില്ല. വേറൊരു ന്യൂസോ വേറൊരു സെന്റിമെന്റോ ഇതൊക്കെ അനുസരിച്ച് തന്നെയാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നൽകുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുമ്പോൾ 24,305 ഒരു താഴെ ഒരു ഓപ്പൺ ആണ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 24,305, 340 ഹോൾഡ് ചെയ്യുമ്പോൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി മാത്രം യൂട്ടിലൈസ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്തു. അതിനുശേഷം എക്സാക്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് വരെ മൂവ് ചെയ്തു. അപ്പോൾ സപ്പോർട്ട് റെസിസ്റ്റൻസിൻ്റെ ഉള്ളിലായിരുന്നു നിഫ്റ്റി ആയാലും സസ്റ്റെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളായാലും ഈ ഒരു ലെവലിൽ ക്ലോസിംഗ് ബേസിസിൽ വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതിൻ്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കണം വരും ദിവസങ്ങളിൽ ഒരു ട്രെൻഡ്, വരും ദിവസത്തേക്ക് ഒരു മാർക്കറ്റ് അപ്ഡേറ്റ് ഇതിനനുസരിച്ചാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലെ റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇരുപത്തിനാല് 420 മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആകുന്നതിനെക്കാട്ടി മുൻപ് തന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസ് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരുന്ന റെസിസ്റ്റൻസ് തന്നെയാണ്. ഈ റെസിസ്റ്റൻസ് തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. പക്ഷെ ബൈയുടെ ഓപ്പർച്യൂണിറ്റി 442 മുകളിലാണ്. 442 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 420 ആയിരിക്കണം മാക്സിമം സ്റ്റോപ്പ് ലോസ്. 420 ആയിരിക്കണം. 420 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 475 കാണുന്നുണ്ട്. 475 കാണുന്നുണ്ടെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 540 ആണ് പിന്നെ കാണുന്നത്. 475 ക്വിക്കായിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ 540 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനുശേഷം 580 ഇതാണ് സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയകൾ. ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ 420 മുകളിൽ ഇനി സസ്റ്റെയിൻ ചെയ്താൽ നിഫ്റ്റി ഈ ഒരു ലെവൽ ടെസ്റ്റ് ചെയ്യും. ഈ ഒരു ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതായത് 24,600 അടുത്താണ് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ. പക്ഷെ 600 അടുത്ത് നിന്ന് ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 20 പോയിന്റ് ബിലോ
താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഷോർട്ട് സെൽ തന്നെയാണ് സാധ്യത. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 305 താഴെ അല്ലാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 305 താഴെ ഒരിക്കലും ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. 305 ഹോൾഡ് ചെയ്തുകൊണ്ട് 340 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് ഉണ്ട്, ബൈക്ക് തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ ബൗൺസ് ചെയ്യാൻ സാധ്യതയായിട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു താഴെ വീക്ക്നെസ് ആണ്. പ്രോഫിറ്റ് ബുക്കിന് തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. 305 താഴെ സപ്പോർട്ട് കാണുന്നത് 200 സപ്പോർട്ട് കാണുന്നത് 24 210 ലോവർ ലെവലിൽ സപ്പോർട്ട് കാണുന്നത്. അതിന് ശേഷമായാലും നമുക്ക് സപ്പോർട്ട് കാണുന്നത് 160 സപ്പോർട്ട് കാണുന്നത്. 24 160 സപ്പോർട്ട് കാണുന്നത്. ഇതാണ് ലോവർ ലെവലിൽ വരും ദിവസങ്ങളിലെ മാനേജ് ചെയ്യേണ്ട സപ്പോർട്ട്. അതിന് താഴെ ഇൻ കേസ് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻ ദിവസങ്ങളിൽ എക്സാക്റ്റ് സപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഹയർ ലെവലിലേക്ക് നമ്മൾ സൂചിപ്പിച്ചത് ഇതാണ് ഹയർ ലെവലെ റെസിസ്റ്റൻസ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഈ രണ്ട് റേഞ്ചിന് ഇടയിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാക്റ്റ് ആയിട്ടൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻ്റ് നൽകാവുന്നതാണ്. അതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. നിഫ്റ്റിയുടെ അതിൽ ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. മാർക്കറ്റിന്റെ റൈറ്റ് ട്രെൻഡിൽ നിലനിൽക്കാൻ സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് ശ്രദ്ധിക്കുക. 50,445 എക്സാക്റ്റ് ആയിട്ട് 50,445 ഹോൾഡ് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ഓപ്പണിംഗ് 50,650 സപ്പോർട്ട്, ഒരു താഴെ ഒരു ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിൽ ഉള്ള മൊമെന്റ് ആയിരുന്നു മാർക്കറ്റ്. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ട് ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി വർക്ക് ചെയ്തിരുന്നത്. വരും ദിവസങ്ങളിലെ ബാങ്ക് നിഫ്റ്റിയുടെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. $410 കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് തന്നെയാണ്. ഈ ഒരു സപ്പോർട്ടാണ്. 410 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ 50,300 സപ്പോർട്ട് ഉണ്ട്. 50,230 സപ്പോർട്ട് ബ്രേക്ക് ചെയ്താലാണ് കൂടുതൽ വീക്ക്നെസ് ആകുന്നത്. ഈ ഒരു ലെവലിൽ 230 താഴെയാണ് വീക്ക്നെസ് വരിക. അതായത് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 230 താഴെയാണെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള ഒരു ഫാള് മാർക്കറ്റിൽ കിട്ടും. 49,920 സപ്പോർട്ട് ടെസ്റ്റ് ചെയ്യും. 920 850 അടുത്തൊരു സപ്പോർട്ട് ലെവല്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും 50,300 ഹോൾഡ് ചെയ്തുകൊണ്ട് 50,410 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,645 റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യും. റെസിസ്റ്റൻസ് എടുത്തുമ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക. 50,645 മുകളിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,900 റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. അതിനുശേഷം റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 51,040 അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. ലോവർ ലെവൽ സപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ ശ്രദ്ധിക്കാം. ഹയർ ലെവലിൽ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് വരെ മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പറഞ്ഞത് 22,960 താഴെ മാത്രമാണ്. 22,960 ഹോൾഡ് ചെയ്യുമ്പോൾ ബൈർ ഓപ്പർച്യൂണിറ്റി മാത്രമാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷനും എക്സാക്റ്റ് ആയിട്ട് സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഫിൻ നിഫ്റ്റിനെ റൈറ്റ് മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഹയർ ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 200ന്റെ മുകളിലാണ്. 23,210 താഴത്തേക്ക് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ ഒരു മുകളിലാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 210ന്റെ ഒരു താഴെയാണ്. വലിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. റെസിസ്റ്റൻസിന്റെ താഴെയാണെങ്കിൽ ഷോർട്ട്സ് തന്നെ മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. 23,060 അടുത്തൊരു സപ്പോർട്ട് വരുന്നത്. ഓപ്പൺ ചെയ്യുന്നത് ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏരിയയിലാണെങ്കിൽ ബൈക്ക് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത്. അടുത്ത റെസിസ്റ്റൻസിന്റെ അടുത്ത് വരെ സാധ്യതയുണ്ട്.
960 താഴെയാണ് വീക്ക്നെസ്. 960 താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്യുന്നത് 960 താഴെയാണെങ്കിൽ ചെറിയ ടൈമിലോ വലിയ ടൈമിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 850 സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 720 സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. 650 സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 850 സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 960 കൂടി ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്ത സ്ട്രോങ് ആണ്. 23,060 അടുത്ത റെസിസ്റ്റൻസ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വീണ്ടും 23,060 താഴെ മാത്രം. നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.